വണ്ടി ഇഷ്ടായോ? പിന്നെ ബ്യൂട്ടിഫുൾ വണ്ടിയല്ലേ. ഐ ലവ് യുടാ ഉമ്മ. ഹെഡ്ലൈറ്റിന് ഓയിൽ ലീക്ക് ഉണ്ടല്ലോ. പിന്നെ അത് ഓയിലേക്കൊന്നുമല്ല, ഇപ്പൊ മുറുക്കാൻ കൊടുത്തത് കണ്ടതല്ലേ, ചവച്ചിട്ട് തുപ്പി കാണത്തില്ല, കിറി കവിഞ്ഞ് ഒഴുകണതായിരിക്കും. അല്ല ഇത് ഓയിൽ ലീക്ക് അല്ല. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഹെഡ്ലൈറ്റിന് ഇത്തിരി വെട്ടക്കുറവുണ്ടായിരുന്നു. സാധാരണ നമ്മള് ഇത് വർക്ക്ഷോപ്പിലല്ലേ കൊണ്ടുപോകുന്നത്. ഇവളുടെ അച്ഛനാണെന്നും പറഞ്ഞിട്ട് നേരെ അച്ഛനെ കാണിക്കുന്ന വൈദ്യുതി അടുത്ത് കൊണ്ടുപോയിട്ട് ഈ അതിൽ കുഴമ്പ് മേടിച്ചിട്ട് വന്നിട്ടേ ഇവ കണ്ണാണെന്നും പറഞ്ഞിട്ട് ഡെയിലി 3 നേരം ഒറ്റയ്ക്ക് ഇത് കണ്ട ഹെഡ്ലൈറ്റിനൊക്കെ എന്നാ വെട്ടമാണെന്ന് അറിയാമോ? അപ്പൊ വെട്ടത്തിനൊരു കുറവുണ്ടാവില്ല. പകല് നിനക്ക് പുല്ലുപോലെ കൊണ്ടുപോവാ. അയ്യോ, ഇതുപോലെ വണ്ടി സൂക്ഷിക്കുന്ന ഒരു ഫാമിലിയെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് കേട്ടോ. അതെ അതെ അതെ, മോനും ഒന്ന് സൂക്ഷിക്കണം. അല്ലല്ല, മോനും ഇതേപോലെ വണ്ടി ഒന്ന് സൂക്ഷിക്കണം. പൊന്നു പോലെ സൂക്ഷിക്കും. അപ്പൊ ഏകദേശം വണ്ടി ഏകദേശം ഒരു ധാരണയായ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ കച്ചവടം നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ അച്ഛനെ പോലെ കാണുന്ന വണ്ടിയല്ലേ, അതുകൊണ്ട് ഈ വണ്ടിക്ക് ഞാൻ എങ്ങനെ വില പറയും? അത് ശരിയാ, സ്വന്തം തന്തക്ക് എങ്ങനെ അവള് വില പറയണം? ഞാൻ തന്തിക്ക് വില പറയുന്ന കാര്യമല്ലേ ഏട്ടാ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? മോനെ മോനെ വണ്ടി ഇഷ്ടപ്പെട്ടാ? പിന്നെ ഇഷ്ടപ്പെട്ടു. എന്നാ മോനെ ഞങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു വില അങ്ങോട്ട് തന്നാ മതി. ഞാൻ പറഞ്ഞോ അല്ലേ? അപ്പൊ ഒരു 10 മിനിറ്റ്സ് സമയം തരണം. മതി, സമയം ഒരു 10,000 രൂപ വരെ ഇരിക്കും അല്ലേ? കിട്ടും. ഈ പാട്ട വണ്ടിക്ക് അതൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് തരുന്നത് മേടിക്കൊണ്ട് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇവളുടെ അച്ഛന് ഇവിടെ വലിയ വിലയൊന്നുമില്ല. ഞാൻ തീരുമാനത്തിലെത്തി. നമുക്ക് ഒരു 35,000 രൂപയ്ക്ക് സെറ്റ് ചെയ്യാം. കുറഞ്ഞു പോയോ? കുറവുണ്ടോ? കുറവുണ്ട്. ഈ ചെറുക്കന് ഒരു 10 പൈസയുടെ കുറവുണ്ട്. മനെ അവന്മാര് പറയുന്നത്, അവര് പറയുന്നത് 35,000 തീരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 5 കയറ്റി വെക്കാം. 40 സെറ്റ് ചെയ്തേക്കാം. കുറവാണോ? അവന് 10 പൈസയുടെ അല്ല, അവന്റെ പേഴ്സ് തന്നെ കളഞ്ഞു പോയാക്കി. അവൻ ആ വണ്ടി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആ പൈസ മേടിച്ച് താക്കോൽ കൊടുത്ത് പെട്ടെന്ന് കൊടുത്തു വിടാൻ നോക്ക്. ആണല്ലേ? പിന്നെ അല്ലാണ്ട് പിന്നെ കച്ചവടമാണ്. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് താക്കോൽ കൊടുത്ത് പൈസ മേടിക്കാൻ മനസ്സിലാവും.